രണ്ടാമത്തെ ദിവസമൊക്കെ ആകുമ്പോൾ നമുക്കൊന്നും കൂടെ ത്രില്ലാകും കേട്ടോ. വേളാങ്കണ്ണിയിൽ എല്ലാവരും കൂടെ നമ്മുടെ ആ ടയേർഡൊക്കെ മാറി ഒന്ന് എൻജോയ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ രാവിലെ എഴുന്നേറ്റ് പള്ളിയിലൊക്കെ പോയി ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം റെസ്റ്റൊക്കെ എടുത്തിട്ട് നമ്മൾ വൈകുന്നേരം ഇപ്പോൾ ബീച്ചിലോട്ടാണ് പോയത്. ബീച്ചെന്ന് പറഞ്ഞാലുണ്ടല്ലോ, അവിടെ മെയിൻ ബീച്ചുണ്ട്. അവിടെ നമുക്ക് പോയാൽ ഭയങ്കര റഷും പിന്നെ ഒട്ടും നീറ്റും അല്ല, ഭയങ്കര തിരക്കാണ് അവിടെ. അതുകൊണ്ടൊക്കെ ഞങ്ങൾ അങ്ങോട്ട് പോയില്ല. നമ്മുടെ റൂമിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ബീച്ച് ഉണ്ടായിരുന്നു. ഈ ബീച്ച് തന്നെയാണ്, അതിൻ്റെ എൻഡ് പോർഷനാണിത്. അപ്പോൾ അവിടെ പോയി കഴിഞ്ഞപ്പോൾ ശരിക്കും ഒരു ഗോവയിലൊക്കെ പോകുന്ന ഫീലാണ് ഞങ്ങൾക്ക് തോന്നിയത്. അത്രയ്ക്ക് നല്ല രസമായിരുന്നു. ആരും അങ്ങനെ ഇല്ല, നല്ല നീറ്റും നല്ല നമുക്ക് മാത്രം പേഴ്സണലായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റിയൊരു ബീച്ച് പോലെയായിരുന്നു. അപ്പോൾ അവിടെയാണെങ്കിൽ ഒരു കമ്പി ഉണ്ടായിരുന്നു. ഇവരെല്ലാവരും കൂടെ ഹൈറ്റ് ചെക്ക് ചെയ്യുന്ന സംഭവം നോക്കിയായിരുന്നു കേട്ടോ. ഒരാൾക്ക് പോലും കിട്ടിയില്ല. അങ്കിളിന് കിട്ടി, ഒരങ്കിളിന് കിട്ടി, ബാക്കി ആർക്കും കിട്ടിയില്ല. ഡിനു പിന്നെയും വീണ്ടും ട്രൈ ചെയ്തു. എല്ലാ ട്രൈയിലും ആൾ ഫ്ലോപ്പായിട്ട്. റൂത്തിനെ ഞാൻ വിചാരിച്ചത് കടൽ പേടിയായിരിക്കുമെന്നും പറഞ്ഞാണ് ഇവിടുന്ന് കൊണ്ടുപോയത്. കാരണം നമ്മുടെ നാട്ടിലുള്ള കടലിലൊക്കെ അവളെ കൊണ്ടുപോകാറുള്ളപ്പോൾ അവൾ എപ്പോഴും കരഞ്ഞിട്ടാണ് തിരിച്ചു പോരാറ്. കാല് പോലും വെള്ളത്തിൽ മുട്ടാറില്ല. അപ്പോൾ മിനിയുടെ ഡ്രസ്സൊക്കെ ഇട്ടാണ് ആൾ വന്നിരിക്കുന്നത്. ആദ്യം ഒന്ന് വെള്ളത്തിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഇറക്കി നോക്കിയപ്പോൾ ആൾ ആദ്യം ഒന്ന് പേടിച്ചെങ്കിലും പിന്നെ റൂത്ത് നന്നായിട്ട് എൻജോയ് ചെയ്യാൻ തുടങ്ങി. പിന്നെ ഡ്രസ്സും സ്നഗ്ഗിയും ഡയപ്പറൊക്കെ എല്ലാം ഊരിയിട്ട് ആളതേ ഇരുന്ന് കളിക്കാൻ തുടങ്ങി. അപ്പോഴത്തേക്കും നമുക്കൊരു മീനിനെ കിട്ടി കേട്ടോ. ഫസ്റ്റ് നമ്മൾ ജീവനുള്ള മീനാണെന്നാണ് വിചാരിച്ചത്. മറ്റേ മുള്ളൻ്റെ മീനില്ലേ, അതാണ് കിട്ടിയത്. കുറേ നേരം നമ്മൾ നോക്കി അനങ്ങുന്നുണ്ടോയെന്ന്, പക്ഷേ ഇല്ലായിരുന്നു. ഇവിടെ എല്ലാവരുടെ കൂട്ടത്തിലും ഉണ്ടാവില്ലേ നിസാര കാര്യത്തിനൊരു വഴക്കിടുന്ന ആൾ, അങ്ങനത്തെ ഒരുത്തനാണ് കേട്ടോ ഈ കിടക്കുന്നത്. അവൻ ചെറിയ കാര്യം മതി അവൻ വഴക്കിട്ട് പോവും. ആരോടാണെങ്കിലും ശരി, ചെറിയ കുട്ടീനോട് വരെ അവൻ പെട്ടെന്ന് വഴക്കിട്ട് പോവും. പക്ഷേ ആൾ സ്നേഹിച്ചാൽ ഭയങ്കര സ്നേഹമാണ് കേട്ടോ. അപ്പോൾ അവനായിട്ടാണ് നമ്മളിന്ന് പണി കൊടുക്കാൻ പോകുന്നത്. അവനെ മണ്ണിൻ്റെ ഇടയിൽ കുഴിച്ചിടാൻ പോകണം. ആദ്യമൊക്കെ ഭയങ്കര ത്രില്ലിൽ മത്സ്യകന്യകനാക്കാമെന്നും പറഞ്ഞ് കിടന്ന് തന്നിട്ടോ ഗൈസ്. പിന്നെയാണ് അവൻ്റെ തനി സ്വഭാവം പുറത്തു വന്നത്. അവന് ഓരോ സംഭവങ്ങളൊക്കെ ഇങ്ങനെ മത്സ്യകന്യകൾക്ക് വേണ്ട സാധനങ്ങളൊക്കെ വേണമല്ലോ, അതൊക്കെ വെച്ച് കൊടുക്കുമ്പോൾ അവൻ തട്ടിക്കളയായിരുന്നു. അങ്ങനെ ലാസ്റ്റ് അവൻ വഴക്കിട്ട് എഴുന്നേറ്റ് പോയി നമ്മുടെ അടുത്തുനിന്ന്. ഇത്രയും നേരം ആദ്യമൊക്കെ നല്ല സെറ്റായിട്ടൊക്കെ കിടന്ന ആളാണ്, എന്നിട്ട് ലാസ്റ്റ് എഴുന്നേറ്റ് പോയിട്ടത്. അപ്പോൾ ലൂക്കിനാണെങ്കിൽ ഇത് കണ്ടിട്ട് ചിരിച്ചൊരു വഴിയായി അവൻ. പിന്നെ അവിടെ കൂടെ ഒരു ചുക്ക് കാപ്പിയുടെ ചേട്ടൻ പോയപ്പോൾ നമ്മളെല്ലാവരും ചുക്ക് കാപ്പി മേടിച്ച് കുടിച്ചു. മഴയത്തല്ല ബീച്ചിലിരുന്ന് ചുക്ക് കാപ്പി കഴിക്കാൻ നല്ല രസമല്ലേ. പിന്നെ അപ്പോൾ അത് ഇവർ രണ്ടും കൂടിയാണ് നല്ല ഫ്രണ്ട്സാണ്. രണ്ടുപേരും കൂടി ഇതേ മണ്ണിൽ കിടന്ന് നല്ല അർമാദിച്ച് കളിക്കുകയാണ്. റൂത്തിനെ കുളിച്ച് കയറ്റിയതാണ് ഞാൻ കടലിൽ നിന്ന്. പക്ഷെ പിന്നെ അവൾ ഒച്ചപ്പാടും ബഹളമായപ്പോൾ എല്ലാവരും പറഞ്ഞു ഒന്നും കൂടെ പിന്നെ കളിപ്പിക്കുമെന്ന്. അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ റൂമിലൊക്കെ എത്തിക്കഴിഞ്ഞപ്പോൾ ഞാനും ഡിനുവും മാത്രമായിട്ടൊന്നൊരു ഷോപ്പിങ്ങിന് ഇറങ്ങാമെന്ന് വിചാരിച്ച് നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യാൻ ഇറങ്ങി. അങ്ങനെ അതും കഴിഞ്ഞ് നേരെ വീട്ടിലോട്ട് പോകുന്നു.